പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ രവിയേട്ടൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ് വാസ്തവത്തിൽ എനിക്കും പറയാനുള്ളത്. കാരണം ഈ രവിയേട്ടൻ വന്ന അതേ വഴി കൂടെ ഞാൻ വരുന്നത്. രവിയേട്ടനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു. ഞാനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സംഗതിയാണ്. കാരണം എൻ്റെ അച്ഛൻ വലിയ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. അന്നുള്ള മിക്കവാറും കൊള്ളാവുന്നവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഈ ആന്റണി, അച്ഛൻ, പ്രേംജി, ഇങ്ങനൊരു വലിയ ഗ്യാങ് ഉണ്ടായിരുന്നില്ല. ഇവർക്ക് സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പട്ടിണിയായിരുന്നു. AKGക്ക് സമ്പാദ്യമില്ല, EMSനില്ല, പരിയാനം പറ്റിക്കില്ല. ഇവരൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്നും സമ്പാദിക്കാതെ നശിച്ചു പോയ ആൾക്കാരായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യം ഒരു നല്ല കേരളം, നല്ലൊരു ഭാരതം ഉണ്ടാവണമെന്നൊക്കെ തെറ്റിദ്ധാരണ പുറത്ത് അവരൊക്കെ കുടുംബം മറന്നുപോയ 27-ാം തീയതി ഞാൻ മൂക്കുതിര പോകുന്നുണ്ട്. മൂക്കുതിര ചിത്രം ഒരുപാടുണ്ട്. ഒരു സ്മരണ നടത്താൻ വേണ്ടി എന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ചിത്രം ഒരുപാടെന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി മുഴുവൻ ഈ രാജ്യത്തിന് 1 രൂപയ്ക്ക് വിറ്റയാളാണ്. വലിയ ജന്മി കുടുംബത്തിൽപ്പെട്ട വരാവൂർ എന്ന് പറഞ്ഞാൽ വലിയ ജന്മി കുടുംബമാണ്. ആ നമ്പൂരിപ്പാട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ സ്വത്തും എല്ലാം ഈ രാജ്യത്തിന് വേണ്ടി കൊടുത്ത ഏക വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ പല സ്ഥലങ്ങളിലും ഈ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ ഭയങ്കര ക്രൂരന്മാരാണ്. അവര് എന്ത് ചെയ്യുന്നറിയാമോ? ഓരോ സഹാക്കളുടെ വീട്ടിൽ പോയി, അനുഭാവികളുണ്ട്, വീട്ടിൽ പോയി താമസിക്കുമ്പോൾ ഇവരെ അന്വേഷിച്ച് പോലീസ് വരില്ല. അപ്പോൾ ഇവര് തട്ടുമ്പുറത്ത് പോയി EMS ആണ് താമസിക്കുന്നതെങ്കിൽ EMS ഉണ്ടെന്ന് പറയില്ല. EMS ആ വീട്ടിലുണ്ടാവും. പോലീസ് വളയും MSP വളയും. അങ്ങനെ വീട്ടുകാർക്ക് പീഡനം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ രഹസ്യമായിട്ട് ഇവരെ മാറ്റും വേറൊരു സ്ഥലത്തേക്ക്. അങ്ങനെ വലിയ വലിയ നേതാക്കൾ, നമ്മുടെ ഇവിടെ പ്രഭാകരൻ, ഈ KP രാജത്തിൻ്റെയൊക്കെ അച്ഛൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഓരോ സ്ഥലത്തും നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. ആലപ്പുഴയൊക്കെ അച്യുതാനന്ദൻ, KR ഗൗരി, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പം ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ചതിൻ്റെ ദുഃഖം അനുഭവിച്ചത് മുഴുവൻ എന്നെ പോലുള്ള ആൾക്കാരാണ്. കാരണം എൻ്റെ അച്ഛൻ കലാരാമവർമ്മ, ഭാസ്കരനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി. അപ്പം ഇവരൊക്കെ കയറി ത്യാഗം ചെയ്യുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷെ വീട്ടിൽ അടുപ്പ് പോയിരുന്നില്ല എന്നുള്ള സത്യം പോലും ഇവർ മനസ്സിലാക്കില്ല. പൊന്നാനിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം എന്ന് പറഞ്ഞ് പോകുമ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി എന്നൊരു പാർട്ടിയുണ്ട്. പുള്ളി ഇപ്പം പുരുഷനായി. അദ്ദേഹമൊക്കെ അങ്ങനെ ഓടി നടക്കുകയാണ്. അച്ഛൻ പാട്ട്, ഇയാള് വയലാർ, ബാബുരാജ്, ദേവരായ മാഷി, ഇവർക്ക് ചേർന്നൊരു വലിയ പ്രസ്ഥാനമാണ്. ഒന്നിൻ്റെ സമ്പാദ്യമൊന്നുമില്ല. അപ്പം അനുഭവിക്കുന്ന മുഴുവൻ വീട്ടുകാരാണ്. എന്നുവെച്ചാൽ കുട്ടികൾ, ഞങ്ങൾ 5 പേരായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ കമ്മ്യൂണിസം പറഞ്ഞ് സെൻറ് തോമസ് കോളേജിൽ പുള്ളിക്ക് ജോലിയുണ്ടായിരുന്നു. നമ്മുടെ CL ജോസൊക്കെ അച്ഛൻ്റെ ശിഷ്യന്മാരായിരുന്നു. എന്ത് പറ്റി? CL ജോസും ഒക്കെ നല്ലവണ്ണം പഠിപ്പിക്കുന്ന ഈ അധ്യാപകനെ ഒരു ദിവസം കണ്ടില്ല. അച്ഛൻ കയറി ഗംഭീര കമ്മ്യൂണിസം പറഞ്ഞു. ബിഷപ്പ് പറഞ്ഞു ദാമോൻ ഇനി ഇവിടെ വരണ്ടാന്ന്, ജോലി പോയി. അപ്പം നമ്മുടെ വിയൂർ ഭാഗത്തൊരു വീടുണ്ട്. അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് അച്ഛൻ. ഇതൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ആ വീട്ടിൽ ഒറ്റ വീടാണ്. ആ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ വന്ന് താമസിക്കുന്ന ഒരാളുടെ കത്തിയൊക്കെ ആയിട്ട് അയാൾ വരും. കയ്യിൽ കത്തിയുണ്ട്, കടലാസമുണ്ട്. ആളുടെ പേരാണ് വൈക്കം മുഖ്യമന്ത്രി. കുറച്ച് ഭ്രാന്താണെന്ന് എല്ലാവരും ധാരണ. അപ്പോൾ അച്ഛൻ പറയും കുഴപ്പമൊന്നുമില്ല, പുള്ളി മോളിൽ ഇരുന്ന് എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം മോളിൽ ഇരുന്ന് നോവൽ എഴുതുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലമാണ് ആ വീട്. ആ വീട്ടിൽ താമസിക്കുമ്പോൾ റെന്റ് കൊടുക്കാൻ കാശില്ല. അച്ഛൻ രാവിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന് പോകും. അപ്പം അങ്ങനെ ഒന്നും സമ്പാദിക്കാത്ത ദാമോദരൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ ദാമോദരനെ കാണാൻ വേണ്ടി അപ്പം മംഗളോദയത്തിലൊക്കെ ഒത്തിരി കണക്ഷൻസ് ഉണ്ട്. മംഗളോദയത്തിൽ എന്തെങ്കിലുമൊക്കെ വന്ന് കിട്ടാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ അച്ഛനെ കാണാൻ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ അയാളുടെ പേര്. അയാൾ കഥ എഴുതിക്കൊണ്ട് അച്ഛൻ്റെ കൊടുക്കും. മംഗളോദയത്തിൽ നിന്ന് വരണം ദാമോദര, അതൊന്ന് ശരിയാക്കി എടുക്കണം. അച്ഛനീ രാഷ്ട്രീയ പ്രവർത്തനം മംഗളോദയം. അപ്പോൾ ഈ മുണ്ടശ്ശേരി മാഷ് കുറച്ച് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും മംഗളോദയത്തിലൊരു കഥ വരണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ട് എന്ത് ചെയ്താൽ അച്ഛൻ ഇത് വായിക്കില്ല. അയാൾ എന്ത് ചെയ്തു? ഈ കെട്ടെല്ലാം കൂടെ അമ്മയെ ഏൽപ്പിച്ചു. പാവം കുഞ്ഞുകുട്ടിയമ്മ അത് വായിച്ചു നോക്കിയപ്പോൾ നല്ല നോവലാണ്. അമ്മയെ അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞ പാവം അയ്യപ്പൻ എത്ര കാലമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതിൻ്റെ പുസ്തകം നോക്കാൻ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അച്ഛനും കുറച്ച് കൊള്ളാമെന്ന് തോന്നി. അച്ഛൻ മുണ്ടശ്ശേരി മാഷ് ഏൽപ്പിച്ചു. പൂർവ്വമുണ്ടായിരുന്നു. അങ്ങനെ ഏൽപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ കോവിലിനുണ്ടാവുന്നത്. തകർന്ന ഹൃദയങ്ങൾ ഉണ്ടാക്കിയ കോവിലിൻ്റെ തുടക്കം അവിടെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട്
ജീവിത ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും ഇവർക്കൊക്കെ ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല പ്രസ്ഥാനമാണ്, അത് ഗംഭീരമായിട്ട് വരണം എന്നുള്ള ധാരണയിൽ ഇവരൊക്കെ കൂടി ജീവിതം മുഴുവൻ ഹോമിച്ചു എന്ന് പറയാം. ഈ ഹോമിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ജോലിയും പോയി. സെൻറ് തോമസ് കോളേജിൽ നിന്ന് അച്ഛനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഈ തൃശ്ശൂരെ കാനാട്ടുകരയിലെ ജീവിതം അവസാനിപ്പിച്ചിട്ട് അച്ഛൻ എന്ത് ചെയ്തു? മൂക്കുതല എന്ന സ്ഥലത്തേക്ക്. അവിടെ ഒരു ആളിങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജോലി എടുക്കുന്ന ഒരാളുണ്ട്. എത്തിസാറിനെ ചെന്നു, നമ്പൂരിപ്പാടയെ കണ്ടു. അപ്പം നമ്പൂരിപ്പാട്, നിങ്ങൾക്ക് യോഗ്യതയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ എന്നറിയണ്ട, ദാമോദരൻ ഇവിടെ പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ ജോലിയില്ലായി. അപ്പം അച്ഛൻ അന്ന് ജോലിയിൽ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ നമ്പൂരിപ്പാട് ബേസിക്കലി കമ്മ്യൂണിസ്റ്റാണ്. അവിടെ AKG അച്ഛനെ കാണാൻ പറ്റും. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ മാത്രമല്ല, അന്നത്തെ അച്ഛൻ്റെ ഒരുപാട് ശിഷ്യന്മാർ കുറേ ആൾക്കാരാണ് ഇപ്പം നമ്മൾ കാണുന്ന ഒരു ആലങ്കോളി, ഗീലാകൃഷ്ണൻ, ഇത് കുറച്ച് പിള്ളേരാണ്. ഇവരൊക്കെ അന്ന് മൂക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഞാൻ എങ്ങനെ ആകാശവാണിയിൽ വന്ന് പെട്ടു? അത്ഭുതമാണ്. ഇപ്പം എനിക്കൊരു വാശിയായിരുന്നു. എന്താണ്? എനിക്ക് പഠിച്ച് അങ്ങേയറ്റത്ത് എന്തെങ്കിലുമൊക്കെ ആയി തീരണം, IAS കാരനാണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ചപ്പോൾ അപ്പോൾ വേറെ സംഭവമുണ്ട്. ഈ അച്ഛനെ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളാക്കി. അച്ഛൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ സ്ഥലത്തേക്ക്, അതനുസരിച്ച് ഫാമിലിയും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ, കൊല്ലം, ആലപ്പുഴ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ പഠിച്ച് അവസാനം തിരുവനന്തപുരത്തെത്തി. അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ മനോഹരമായിട്ട് ചെയ്തിരുന്നു. എല്ലാത്തിനും നല്ല മാർക്കാണ്. സജീവോത്തമ മെഡൽ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് ഭാഷയിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എനിക്കായിരുന്നു. എൻ്റെ കൂടെ പ്രസംഗ മത്സരത്തിന് നടന്ന പിള്ളേരൊക്കെ ഉണ്ട്. ഒരാളിപ്പോൾ ബംഗാൾ ഗവർണറാണ്, ജാൻസി ജെയിംസ്. അതൊക്കെ ഓരോ കഥകളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് വന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച് ഇതായി തീരാൻ വേണ്ടി ഇരിക്കുമ്പോൾ മലയാറ്റ രാമകൃഷ്ണൻ പറയുന്നത്, പാടില്ല, നീ IAS ശ്രമിക്കണ്ട, ബ്രിട്ടീഷ് കൗൺസിൽ ലേബറിലെ പരിപാടി മനസ്സിലാക്കും, മതിയാക്കിയിട്ട് നീ ആകാശവാണി പോകും. ആകാശവാണി ജോയിൻ ചെയ്തു. ആകാശവാണി ജോയിൻ ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ വീട്ടിൽ വരുന്ന നല്ല മണമുള്ള വയലാറും നല്ല മണമായിരുന്നു. അച്ഛനെ കാണാൻ എൻ്റെ ധാരണ ഈ മണം ഇവിടുന്ന്, അച്ഛൻ ഈ മണം ഇല്ലതാണ്. ഇപ്പൊ കാപ്പിശ്ശേരി പറഞ്ഞത് അവൻ്റെ മാത്രം പ്രത്യേക മണമാണ്. അപ്പൊ അത് മോളിൻ്റെ മണമാണെന്ന് എനിക്കറിയില്ല. പിന്നെ വയലാറിൻ്റെ മണത്തോട് എനിക്ക് ഇഷ്ടമുള്ളതായിരിക്കും. അച്ഛൻ പറഞ്ഞത് അത് കള്ളുകൂടിയാണ്. പക്ഷെ ഇപ്പോൾ പാട്ട് എനിക്കിഷ്ടമാണ്. അപ്പോൾ വയലാറിൻ്റെ എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇറങ്ങും. അപ്പം ഞാൻ ഇടയ്ക്കും അച്ഛനിങ്ങനെ പറഞ്ഞാലും മണം ഇസ് ഓക്കെ എന്ന് മനസ്സിലുണ്ട്. അപ്പം ഇങ്ങനെ ഈ വയലാറിൻ്റെ പാട്ടും ഈ മണം എന്നെ പതുക്കെ സിനിമയിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു. അപ്പോൾ സിനിമാ പാട്ടുകൾ വയലാറിന് നൽകും, തുമ്പിയതാവുന്നുണ്ടാവും. ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കയറിക്കൊണ്ടിരിക്കുക. പൊന്നരിവാളമ്പിളിയിലൊക്കെ അമ്മ എന്നെ ഉറക്കാൻ നേരത്തെ അമ്മ ഇത് പാടും, പൊന്നരിവാളമ്പിളിയിൽ. അപ്പം ഞാൻ എന്ത് ചെയ്യും? മാധവക്കുട്ടിയുടെ ഇപ്പോഴത്തെ പേരില്ലേ, അത് ഞാൻ ആവർത്തിക്കും. പയ്യനായതുകൊണ്ട് മാധവക്കുട്ടിയുടെ പേരെന്താണ്? ആമി. അമ്മ ഇത് പാടുമ്പോൾ ഞാൻ ആമി അങ്ങനെ ഞാൻ പാൻ പാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ക്രമേണ ഈ സിനിമാ പാട്ട് എൻ്റെ ശരീരത്തിലേക്ക് കയറി അത് റാങ്കായിട്ട് വരികയും അങ്ങനെയുള്ള ഞാൻ ആകാശവാണിയിൽ ചെന്ന് പെട്ട് എൻ്റെ മനസ്സ് മുഴുവൻ സിനിമയിലായി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? എല്ലാവരെയും നശിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ, ഈ നിയമം എന്നുള്ള സ്ഥലത്ത്, ആകാശവാണികളാക്കുന്നതാണ്. അവിടെ ഞാൻ പോയി പെട്ടു. അങ്ങനെ ഞാൻ അവിടെ പെട്ടപ്പോൾ എന്താണ്, സാക്ഷാൽ P. സുബ്രഹ്മണ്യം മുതലാളിനെ വിളിക്കുക ഒന്ന്, പിന്നെ കുഞ്ചാക്കോ. ഈ 2 പേരാണ് സിനിമയുടെ അപ്പോസ്തലന്മാർ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടു കളയാം. ഇപ്പോൾ ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ തിരക്കഥാകൃത്തുകൾ 6 പേരുണ്ട്. നാഗവള്ളി RS കുറുപ്പ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആകാശവാണി ജോലിയുണ്ട്, ഇതും ചെയ്യും. ഞാനും പത്മരാജനും അന്ന് അവിടെ ജൂനിയേഴ്സാണ്. പത്മരാജനും അനൗൺസറാണ്, ഞാനുമാണ്. അപ്പം ഞങ്ങൾ 2 പേരും ഇവിടെ. പത്മരാജന് നേരത്തെ വലിയ സുബ്രഹ്മണ്യത്തെ താല്പര്യമില്ല. കാരണം ഇതൊരു ഭക്തിഗാന പരിപാടിയാണ്, വേണ്ട, ഈ ദൈവങ്ങളെക്കുറിച്ചൊരു സിനിമയാണ് ഞങ്ങൾക്ക് കൂടുതൽ പറഞ്ഞ് മാറും. പക്ഷേ എനിക്ക് ഈ പാട്ട് എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് ഞാൻ പതുക്കെ സുബ്രഹ്മണ്യനെ കാണുന്നു. സുബ്രഹ്മണ്യത്തിന് എന്നെ ഭയങ്കര വാത്സല്യമാണ്. അന്ന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പം എന്നേക്കാൾ 2 or 4 മാസങ്ങൾക്ക് മുമ്പ് വേറൊരുത്തിന് അവർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അത് ഹരിപ്പാട്ടൂർ ശ്രീകുമാരൻ തമ്പിയാണ്. ഇയാളെ വലിയ ഇഷ്ടമാണ്. ഇപ്പം ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ നല്ല എഞ്ചിനീയറൊക്കെയാണ്, മിടുക്കനൊക്കെയാണ്. അതുകൊണ്ട് ഇയാളെ ഗുഡ് ബുക്കിലാക്കി കഴിഞ്ഞു സുബ്രഹ്മണ്യം. അതിന് ശേഷമാണ് എൻ്റെ എൻട്രി. എന്നാലും എന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്കൊരു പുസ്തകം എടുത്തു തന്നു. നീ ഒരു കാര്യം ചെയ്യും, ഇതൊരു സ്ക്രിപ്റ്റ് ആക്കി കൊണ്ടുവരാം. അത് ഭയങ്കരമായി പോയി. ജെയിംസ് ആർലി ജേസിൻ്റെ നോവലാണ്. ഞാൻ ചാടിയെടുത്തപ്പോൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി. കഷ്ടകാലത്ത് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന വിവരം ആകാശവാണിയുടെ സുഹൃത്തുക്കളെ അറിയിക്കുകയും
ഞാൻ ഇതാ നീല പ്രൊഡക്ഷന് സ്ക്രിപ്റ്റ് എഴുത്തുകാരനാകാൻ പോകുന്നു എന്നുള്ള തെറ്റിദ്ധാരണ അവിടെ പരക്കുകയും എൻ്റെ ശത്രുക്കളെല്ലാം കൂടെ കൂടുകയും അങ്ങനെ ഞാൻ ആകാശവാണിക്ക് അൺഫിറ്റ് ആണെന്നുള്ള സബ്ജക്റ്റ് വരികയും ഞാൻ അവിടെ നിന്ന് നിഷ്കാസിതനാവുകയും എൻ്റെ ജോലി പോവുകയും ചെയ്തു. കാശ് കോൺട്രാക്റ്റാണ്. അപ്പോൾ ഞാൻ വിഷമിച്ചു. അപ്പോൾ ഞാൻ ഗുരുവത്തെ പോയി കണ്ടു, പറഞ്ഞു മുതലാളി ഇങ്ങനെ ആ സ്ക്രിപ്റ്റ് എഴുതിയതിൽ അബദ്ധമായി. എനിക്കറിയാം ടി എൻ ആയിരിക്കും പറഞ്ഞിരിക്കുക, ഇല്ല നാഗവള്ളി. കാരണം അവർ ഓൾറെഡി എഴുതിക്കൊണ്ടിരിച്ചത് വേറെ നമ്മളൊന്നും അത് ശരിയാവില്ല. അപ്പോൾ ഭാര്യയില്ലാത്ത രാത്രി എന്നൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഓൾറെഡി തമ്പി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിക്ക് കൊടുത്തു, അടുത്ത എൻ്റെ സാധനമാണ്, ഞാൻ കഥ എഴുതാൻ പോയപ്പോൾ എന്നുള്ള സാധനമൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്നെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതാണ് ഞാൻ പറഞ്ഞൊരു പോയിന്റ്. ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഏറ്റവും കൂടുതൽ കരുണാകരനെ ചീത്ത വിളിച്ചയാണ് ഈ ചെറുതൊക്കെ അച്ഛൻ ഭയങ്കരമായിട്ട് കരുണാകരനെ ചീത്ത വിളിച്ചിട്ടാണ്. നന്ദുണിപ്പാട്ടൊക്കെ പാടിയിട്ട് അച്ഛൻ കരുണാകരനെ കരിങ്കാലി എന്ന് വിളിച്ച് ഗംഭീരമായിട്ടാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? കരുണാകരനും പാർട്ടീസൊക്കെ വന്നിട്ട് അവർ ചെയ്യും നന്ദുണി ദാമോദര എന്ന് പറഞ്ഞ അച്ഛനെ വിളിക്കും. അങ്ങനെയുള്ള കരുണാകരനപ്പോൾ അവിടെ വിരാജിക്കുകയാണ്, അടിയന്തരാവസ്ഥയുടെ രാജാവായി. ഞാൻ നേരെ കരുണാകരനെ പോയി കാണും. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുകയില്ല, കരുണാകരനോട് 1 മണിക്കൂർ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്. എൻ്റെ ധാരണ ഞാൻ ഈ പറയുന്ന മുഴുവൻ അദ്ദേഹം കേൾക്കുന്നുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ജോലി പോയെന്നുള്ളതാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ധാരണ എൻ്റെ ഇംഗ്ലീഷ് മുഴുവൻ പുള്ളി മനസ്സിലാക്കുന്നതാണ് എൻ്റെ ധാരണ. ഞാൻ നല്ല സുന്ദരമായിട്ട് കാച്ചു കാണും. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, നിനക്കിപ്പോൾ എന്ത് വേണം? ഞാൻ പറഞ്ഞു എനിക്ക് പണിയില്ല, ആകാശവാണിയിലെ പണി പോയി, ഇവിടെ മാത്രമേ ആകാശവാണിയുള്ളൂ, നീ തൃശ്ശൂർക്ക് പോകും. അപ്പോഴും ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ സിനിമയുടെ സംഭവം, തൃശ്ശൂർ സിനിമയില്ലേ? തൃശ്ശൂർ സിനിമ ഉണ്ടെങ്കിലും ഒരു കാര്യം ചെയ്യും, നീ തൃശ്ശൂർ പോകും. അപ്പോൾ തന്നെ പുള്ളി പിടിച്ച് പറയുന്നു തൃശ്ശൂർ. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ അനൗൺസർ തൃശ്ശൂർ വന്ന് വിടുന്നു. ഞാൻ തൃശ്ശൂർ വരുന്നു, എൻ്റെ പിന്നാലെ സിനിമയുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തെ പോയി എന്ന് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു എനിക്ക്. ഞാൻ നേരത്തെ ഉദ്ദേശിച്ചു, നീ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് പോകുമ്പോൾ പൈസയുണ്ടോ? പൈസയൊന്നും. ഞങ്ങൾക്ക് കാര്യം ചെയ്യാം. വെളിയൻ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ആനന്ദവല്ലി എന്ന ഡബിങ് ആർട്ടിസ്റ്റുണ്ട്, അവിടുത്തെ മാനേജരാണ്. ഒരു കവർ ഇരിക്കുന്നു. ഇത് പറഞ്ഞു ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അഡ്വാൻസാണ്. അപ്പോൾ ഞാൻ എണ്ണിയൊന്നും നോക്കിയില്ല. ഈ സ്ക്രിപ്റ്റിൻ്റെ അഡ്വാൻസുമായിട്ടാണ് ഞാൻ ഗംഭീരമായിട്ട് തൃശ്ശൂർക്ക് വന്നത്. അപ്പോൾ ഈ പുകക്കഴിലൊക്കെയുള്ള തൃശ്ശൂർ ഞാൻ കാണാനാണ്. വലിയൊരു ഭാഗത്ത് വരുമ്പോൾ ഞാൻ ആലോചിച്ചു. അങ്ങനെ വന്നപ്പോൾ വലിയൊരു എമൗണ്ട് ആയിരുന്നു. എന്താണ്? നിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പ്രതിഫലമാണെന്ന് മനുഷ്യൻ പറയുന്നത്. സത്യത്തിൽ എൻ്റെ സിനിമ തുടങ്ങുന്ന അവിടെയാണ്. കാരണം അങ്ങേർക്ക് പേടിയുള്ള ഒരൊറ്റയാണ്, സുബ്രഹ്മണ്യത്തിന് പേടിയുള്ള ഒരേ ഒരാൾ ദേവരായ മാഷായി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുന്ന സമയങ്ങളിലൊക്കെ ശബരിമലയിൽ തൻ്റെ സൂര്യോദയം എന്നുള്ള പാട്ടൊക്കെ ദേവരാജൻ മാഷ് ഫോണിൽ കൂടെ പാടി കേൾപ്പിക്കും. അദ്ദേഹത്തിൻ്റെ പർണശാലകളുടെ സ്ഥലം. അപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി തിക്കുറിശി അങ്ങനെയുള്ള വലിയ സ്റ്റാർസൊക്കെ വന്നിട്ട് ഇങ്ങനെ വാക്കൈ കുത്തി നിൽക്കുകയാണ്. അത്രമാത്രം പൊസിഷനിലാണ് അദ്ദേഹം. രാമകാരട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളാണ്, ശശികുമാറും ഒരുപാട് പേരുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യം അന്ന് വളരെ ഹൃദയാലുമാണ്, അതുപോലെ തന്നെ ഒരു വലിയ പ്രബുദ്ധനായ പ്രൊഡ്യൂസറുമാണ്. ഇങ്ങനെ എന്ത് പറ്റി? ഈ ദേവരാജൻ മാഷ് പാടി കേൾപ്പിക്കുന്ന പാട്ടൊക്കെ എന്നെ കേൾപ്പിച്ചു. അപ്പോൾ ദേവരാജൻ മാഷാണെങ്കിലും ആത്മാർത്ഥമായിട്ട് പാടുക, ഇതെന്നെ കേൾപ്പിക്കും പുള്ളി ഫോണിൽ. അപ്പം ഞാനിങ്ങനെ മാഷ് പാടുന്നത് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ മാഷ് എന്താണ്, സുബ്രഹ്മണ്യത്തിന് മുമ്പ് മാത്രമേ പാടുകയുള്ളൂ. മാത്രമല്ല മാഷ് എന്ത് പറഞ്ഞോ അത് അനുസരിക്കുകയും ചെയ്യും. അങ്ങനെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പുള്ളി എന്നെ ഇവിടെ അയച്ചു. ഞാൻ മാഷെ വിളിച്ചു പറഞ്ഞു, മാഷെ ഞാനിപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്, നിനക്ക് സിനിമയുടെ രോഗമുണ്ടെന്ന് ആഫീസിൽ അറിഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞല്ല, ഞാനിങ്ങനെ അതെല്ലാം ഞാൻ അറിഞ്ഞു, ഉള്ള സ്ഥലത്ത് പോയി ഭംഗിയായിട്ട് ജോലി ചെയ്യും എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ വെച്ചു. അങ്ങനെ ഞാൻ സെൻട്രൽ ഹോട്ടലിൽ വന്നിരിക്കുന്നു, എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതാണ് ഏറ്റവും ഓരോ സംഭവങ്ങൾ നിർണായകമായ സംഭവങ്ങളാണ്. അപ്പോൾ ഫോൺ കോൾ വരുന്നു, ഞാൻ ഞെട്ടുന്നു. കാരണം തൃശ്ശൂരുള്ള ഒരു പ്രൊഡ്യൂസർ എന്നെ തേടി വന്നിരിക്കുന്നു. പത്മരാജൻ്റെ സിനിമയുണ്ട്, അതിൽ ഒരു കവിതയുണ്ട്, ദേവരായ മാഷാണ് മ്യൂസിക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജനിച്ചതാണ് ഹിമശൈലിൻ്റെ സൈഡ്. വാസ്തവത്തിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ പാട്ട് എൻ്റെ ഒരു ഭാഗ്യം. മലയാള ചലച്ചിത്ര ഗാനത്തിലല്ല, നമ്മുടെ ആകാശവാണി ചരിത്രത്തിൽ എഴുതിയവൻ തന്നെ അവൻ്റെ പേര് അനൗൺസ് ചെയ്ത് ആനന്ദിക്കുന്ന ഒരു ഭാഗ്യമോ ദുർഭാഗ്യമോ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നു. ആകാശവാണിയിൽ ഞാൻ എഴുതിയ പടത്തിൻ്റെ
എൻ്റെ പേരും സംഗീത സംവിധായകൻ്റെ പേരും ചേർത്ത് ഇത് അനൗൺസ് ചെയ്ത ആദ്യത്തെ അനൗൺസർ ആരാണെന്നറിയാമോ? പത്മരാജൻ. ഈ പടം വന്നപ്പോൾ പുള്ളി അഭിമാനത്തോടെ അനൗൺസ് ചെയ്യുന്നു. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് പത്മരാജൻ. എനിക്കപ്പം ഇമിറ്റേഷൻ്റെ പരിപാടി ഉണ്ടല്ലോ, ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന പടത്തിൽ MD രാജ എന്നൊക്കെ പറഞ്ഞ് പുള്ളി 2-3 തവണ അനൗൺസ് ചെയ്യും മറ്റന്മാരെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം നാഗവള്ളിയാർ സ്പ്രഭു ഞെട്ടി എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും കഷ്ടം നാഗവള്ളിയും മറ്റേ പാർട്ടീസൊക്കെ അവരുടെ താല്പര്യത്തിന് വേണ്ടി ആവാം, അവരുടെ സ്ക്രിപ്റ്റ് പോയല്ലോ, ഞാനും തമ്മിൽ കൂടെ കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ടാവാം. പക്ഷേ ദൈവകത്യ എൻ്റെ പാട്ടിൽ അഭിനയിച്ചത് നാഗവള്ളിയുടെ മകനാണ്, വേണു നാഗവള്ളിയാണ്. ശൈലേശ്വരത്ത് അഭിനയിക്കുന്നത്. അവൻ പിന്നെ സൂപ്പർ സ്റ്റാറായി. അപ്പം ഞാൻ അങ്ങനെ സിനിമയിലേക്ക് തിരിഞ്ഞു. എനിക്ക് ഈ സ്റ്റാലിൻ എൻ്റെ കൂട്ടുകാർ കഴിഞ്ഞ ശേഷം തിരിഞ്ഞു നോക്കേണ്ട പ്രശ്നമേ വന്നിട്ടില്ല. കാരണം എൻ്റെ കൂടെയുള്ളത് ദേവരായ മാഷാണ്. വിശ്വസിക്കുകയില്ല, അന്ന് ദേവരായ മാഷ് തമ്പിയുടെയൊക്കെ പാട്ടെടുത്ത് എറിയുന്ന കാലമാണ്. ഹിമാനന്ദ തമ്പിയൊക്കെ നല്ല എഴുത്തുകാരാണ്, പക്ഷേ ദേവരായ മാഷൊക്കെ ചില ആൾക്കാരെ പിടിക്കണം. അങ്ങനെ ഒറ്റയടിക്ക് മാഷിൻ്റെ പാട്ട് ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അത്ഭുതമാണ്. അങ്ങനെ അത്ഭുതം കൂടിയപ്പോൾ ഞാൻ അതിൽ ദേവരായ മാഷ് കസ്റ്റഡിയിലുണ്ടല്ലോ, തുടർച്ചയായിട്ട് ഇനി മദ്രാസിലൊക്കെ താമസിച്ച് സുഖമായിട്ട് അങ്ങ് ഷൈൻ ചെയ്യാൻ കാശും ഉണ്ടാക്കാം അങ്ങനെ ധാരണയിൽ ചൊല്ലുന്നു. അതിന് 3-ാം ദിവസം മാഷ് പറയുന്നു, പ്രതിഫലമൊക്കെ വെച്ച് പോരാൻ നേരത്ത് പറയുന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, മാഷേ ഇനിയിപ്പോൾ ആകാശവാണിയിൽ വർക്കിന് ഞാൻ പോകണമെന്ന് ചോദിച്ചു. അങ്ങനെ സത്യത്തിൽ ഈ ദുഷ്ടമുഖം മാഷ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ മുട്ടുകാർ ഞാൻ തല്ലിയൊടുങ്ങി. ഇവിടെങ്ങാനും കറങ്ങുന്നത് കണ്ടാൽ സിനിമ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആലോചിച്ചു, മാഷ് എന്താ ഇങ്ങനെ പറയുന്നു? അപ്പം അങ്ങനെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ പറ്റിയ ഫീൽഡ് സിനിമയാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്ന എന്നെ ബലമായിട്ട് പിടിച്ച് ആകാശവാണി തൃശ്ശൂർ എന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അദ്ദേഹത്തിൻ്റെ ദീർഘദർശനമാണ്. അതുകൊണ്ട് എന്ത് പറ്റി, ഞാനടക്കമുള്ള റൈറ്റേഴ്സ്, സിനിമാ റൈറ്റേഴ്സ് സാമാന്യം കൊള്ളാവുന്ന പെൻഷനൊക്കെ വാങ്ങിച്ച് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന പാട്ടെഴുത്തുകാരെല്ലാം പട്ടിണി, ദാരിദ്ര്യം, ദയനീയമായിട്ട് പോയി. ഒരുപാട് ആൾക്കാർ എൻ്റെ സഹപ്രവർത്തകരില്ല, കണ്ടോ ലൈറ്റ് പോയി, കുഴപ്പമില്ല. അപ്പം അങ്ങനെ അവരെ കേൾക്കാമല്ലോ. അങ്ങനെ അവരെല്ലാം പെട്ടെന്ന് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിപ്പെട്ട് അലയുന്ന സമയത്താണ് വാസ്തവത്തിൽ അതിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായത്. അങ്ങനെ സിനിമയിലേക്ക് വന്നു. സിനിമയിൽ ഇഷ്ടംപോലെ പാട്ടുകളായി. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വേറൊരു അത്ഭുതം, മലയാളത്തിലെ ഏറ്റവും നല്ല സംഗീത സംവിധായകരുടെ എല്ലാം കൂടെ ഞാനുണ്ട്. ബോംബെ രവി, ദേവരായ മാഷ്, MS വിശ്വനാഥൻ, MB ശ്രീനിവാസൻ, ജോൺസൺ എന്ന് വേണ്ട എല്ലാ നല്ല ഡയറക്ടേഴ്സിൻ്റെയും കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോഴും അദ്ദേഹം പറഞ്ഞ ആപ്തവാക്യം, ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴും പ്രൊഫഷനിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഹ്വാനം ഞാൻ എപ്പോഴും ഓർക്കും. 2, മക്കളെ സിനിമയിലേക്ക് പാടിക്കാൻ കൊണ്ടുവരുന്നത് ദേവരായ മാഷ് പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് 2 മക്കളും പാടും, ഒരുപാട് കഴിവുണ്ട്. ഒരിക്കലും നീ പോയ വഴി കൂടെ അവരവരുടേതായ വഴി കണ്ടുപിടിച്ച് വരുന്ന വന്നോട്ട് ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം അദ്ദേഹത്തിൻ്റെ എഴുതിയ 6 ലക്ഷം രൂപ 25 പൈസ അങ്ങനെ എന്താണ് അദ്ദേഹത്തിന് ബാങ്ക് ബാലൻസ് ദേവരായ മാഷ്. അദ്ദേഹം മദ്രാസിൽ സുന്ദരമായൊരു വീട് വെച്ച് താമസിക്കുന്നു. അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ സിനിമയുടെ നേട്ടമെന്ന് പറയുന്നത് ഇത്രയും എമൗണ്ടാണ്, ആലോചിച്ചോണ്ട്. അത് യാതൊരു ധാരാളിത്വവുമില്ല, മാന്യമായിട്ട് ജീവിക്കുന്നു, അന്തസ്സായിട്ട്. മദ്രാസിൽ ഒരു ഗ്രൗണ്ട് കിട്ടാന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അന്നത്തെ. അവിടെ വെച്ച് അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു വലിയ ചാർട്ട് ഉണ്ടായി. ഒരുത്തിൻ്റെ മുമ്പിൽ കാലം കൈ നീട്ടാൻ പാടില്ല. 2, സ്വന്തമായ ശക്തിയിൽ വിശ്വസിക്കുക. അതുകൊണ്ട് എന്ത് പറ്റി, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ചലച്ചിത്ര ഗാനത്തിലും നമ്മുടെ എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കാണ്. ഇളയരാജ തുടർന്നുള്ള ഈ കീരവാണി, ഇങ്ങനെ എത്ര അസിസ്റ്റന്റുമാരാണ് ഈ ദേവരായ മാഷ് ഉള്ളത്. പക്ഷെ ആ ഭാവപ്പെടണമൊന്നുമില്ല. പിന്നെ ഏറ്റവും നല്ല പാട്ടുകൾ ONV എഴുതിയത് ദേവരായ മാഷിൻ്റെയാണ്. ഏറ്റവും നല്ല പാട്ടുകൾ ദീപാസൻ എഴുതിയ ആരുടെയാണ്? ബാബുരാജിൻ്റെ ഒന്നുമല്ല, സാക്ഷാൽ ദേവരായ മാഷിൻ്റെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ വരമുണ്ടല്ലോ. പിന്നെ കാവാലത്തിൻ്റെ ഏറ്റവും നല്ല പാട്ടുകൾ ആരാണുണ്ടല്ലോ? ദേവരായ മാഷാണ്. അങ്ങനെ ആരും ബഹുമാനിച്ചു പോകുന്നൊരു വ്യക്തിത്വം ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് കൊണ്ടാണ് എന്നെപ്പോലുള്ള വല്ലാതികൾ ഇവരൊന്ന് യൂസ് ചെയ്താൽ അലവല്ലാതികളൊക്കെ എന്ന് പറയാറുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ഇനി വേറൊരു അത്ഭുതം,
ഞാൻ എഴുതിക്കൊണ്ടുപോയ പാട്ട് ഇതായിരുന്നില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. രവി പറഞ്ഞ പോലെ 12 വയസ്സ് മുതൽ ഉള്ള പ്രേമം അല്ലെങ്കിലും കോളേജിൽ പഠിക്കുമ്പോൾ പാവല്ലേ, പ്രേമിച്ചു പോകില്ലേ. ഇപ്പോഴും ചെറുപ്പമാണല്ലോ, തിരിച്ചിരിക്കുന്നത്. അന്ന് ആകാശവാണിയിൽ എൻ്റെ ശബ്ദം ഇല്ല, ആകാശവാണി ആണല്ലോ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അതൊക്കെ പറയുമ്പോൾ ഭ്രമിച്ചൊരു പെണ്ണ് ഫോൺ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഈ ഫോൺ ചെയ്ത് കൂടിക്കൊണ്ടു വന്നു. അപ്പം ഞാനതിങ്ങനെ ആലോചിച്ചു, സഹപ്രവർത്തകരോട് പറഞ്ഞു, ആദ്യം ഇവിടെ ആരാണെന്ന് അന്വേഷിക്കാൻ പോകും. അപ്പോൾ ഡോക്ടറാണ്, മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞു. എനിക്ക് കൂടുതൽ സന്തോഷമാണ്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ ഞാൻ പത്മരാജനെ പോയി കണ്ടു. പത്മരാജൻ്റെ ഡയലോഗ് ഇതാണ്: ഡോക്ടറാണെങ്കിൽ ശരിയാവില്ല. ഞാൻ എന്താ കാര്യം, ഈ ഗ്ലൗസിൻ്റെ ഒക്കെ മണം നിനക്ക് തന്നെ. അപ്പോൾ അങ്ങനെ പത്മരാജൻ ആദ്യമേ ഒരു വിലക്ക് പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ മുന്നോട്ട് പോകുകയാണ്. പക്ഷേ അത് ഒരു പ്രത്യേക ഘട്ടമായി. പത്മരാജൻ മുന്നേ ശരിയായിരുന്നു, അത് നടന്നില്ല. പക്ഷേ അന്തക്കാലത്ത് ഞാനൊരു നല്ല പാട്ടെഴുതി ആകാശവാണിയിൽ പോഡ്കാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് കുടിലുള്ള രോമൽ പ്രഭാതത്തിൽ ഇന്നലെ കനകലതയെ നിന്നെ കണ്ടു. ആ പാട്ട് ഇതാണ്: അതികൂട സുസ്മിത ഉള്ളിൽ നിൽക്കുന്ന ഋതുകന്യ പോലെ നീ നിന്നുകൊണ്ടാണ് പാട്ടിതാണ്: ോമൽ പ്രഭാതത്തിൽ ഇന്നലെ കനകലതേ നിന്നെ കണ്ടു. അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന ഋതുകന്യ പോലെ നീ നിന്നു. അരിമുല്ല മുട്ടുകൾ പാതി വിടർന്ന നിൻ അധരം കാണിച്ചു തന്നു. അളകങ്ങൾ ചുംബിക്കും ആ മുഖദർശനം പുളകങ്ങൾ കോരിച്ചൊരിഞ്ഞു. എന്നെ എനിക്കു തിരിച്ചു കിട്ടാതൊരു ഉന്മാദ സ്വപ്നത്തിലൂടെ ബോധം അബോധമായി മാറും ലഹരിതൻ സ്വേദ കണങ്ങളിലൂടെ കാലം ഘനീഭൂതമായി നിൽക്കുമക്കര കാണാക്കയങ്ങളിലൂടെ. എങ്ങോട്ടു പോയി ഞാൻ എൻ്റെ സ്മൃതികളെ, നിങ്ങൾ വരില്ലയോ കൂടെ. ഇതാണ് ആ പാട്ട്. ഇതാണ് ഞാൻ ദേവരായ മാഷിനോട് കൊടുത്തത്. ഷാൻ എന്ത് കൂട്ടുകാരിക്കും മാഷ് അത് നോക്കി. ആദ്യത്തെ ഡയലോഗ് ഇതാണ്: എന്താണ്, കനകലതയെ നിന്നെ കണ്ടു. അപ്പൊ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഗംഭീരമാണെന്നുള്ള ഡയലോഗ് പ്രതീക്ഷിക്കുന്നത്. നീ ഇത്ര ബോറാണല്ലോ. അപ്പോഴും ഞാൻ ഞെട്ടുന്നു. നമുക്ക് ലതേ അമ്മണി ഒന്നും വേണ്ട, കൊള്ളാവുന്നൊരു പാട്ട് എഴുതണം. അതിൻ്റെ റൂമിലൊരു കറുത്ത സോഫയുണ്ട്. അതെല്ലാം അപ്പോഴിപ്പോഴും ആ വീട്ടിലെ കാന്താരനഗറിലെ ആ വീട്ടിലെ ഏറ്റവും വലിയൊരു ചരിത്രമുള്ള സോഫയാണ്. ആ സോഫയിൽ ഒഴിക്കാൻ പറ്റിയ പേനയും കടലാസും വേറൊരു വരി എഴുതും. അപ്പോൾ മുകളിലാണ് പുള്ളി കമ്പോസ് ചെയ്യാനും പോയി. അവിടെ മാധുര്യമ്മ ആരോ പാടാൻ വന്നിട്ടുണ്ട്. നീ ഇതൊന്ന് എഴുതി തയ്യാറാക്കി കേട്ടോ. ആ വൃത്തിയായിട്ട് ലതേ അമ്മണിയും വിടും. എൻ്റെ പ്രേമം തകർന്നു, പാട്ടും തകർന്നു, കനകലത ഇതിനെ കണ്ടു. അത് പോയി. ഇപ്പം എനിക്കൊരു വാശിയുണ്ട്, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ധ്യാനിച്ചു. ഏതൊക്കെ ഭഗവന്മാരെ വിളിച്ചു, ഔചാരികയമ്മ, അങ്ങനെ പലരെയും വിളിച്ചു. സൗകർണിക ധ്യാനമൊക്കെ മനസ്സുകൊണ്ട് നടത്തുന്നു. അപ്പോഴ് വയലാറോ അച്ഛനോ ഭാസ്കരനോ ആരൊക്കെയോ എൻ്റെ തലയിലേക്ക് കയറുന്നു. ഞാനെഴുതിയതല്ല, ഡെഫിനറ്റാണ്. പെട്ടെന്നൊരാൾ ചാടി വരുന്നു. ഇവരെയൊക്കെ വെട്ടിച്ചിട്ട് സാക്ഷാൽ കാളിദാസൻ ആ കമ്പേരിയിൽ തങ്ങിയിട്ട് ആ മഴത്തുള്ളി പോയില്ലേ, പ്രഥമോദ ബിന്ദവഹ എന്ന് ആലോചിച്ചു. തട്ടുതട്ടാം. ഹിമശൈല സൈകൃത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിത മുകളിലൊതുക്കുന്ന ഋതുകന്യ പോലെ നീ നിന്നു. എടുത്തു കൊടുത്തു. പുള്ളി നോക്കി, കുഴപ്പമില്ല,
അതികൂട സുസ്മിത ഉള്ളിൽ. പിന്നെ നീ മറ്റേ ആ പെണ്ണിനെ കൊണ്ടുവരാന്നത് മാറ്റി, അത് വൃത്തികേടാ, അത് വെട്ടികളാ. അതികൂട സുസ്മിതം ഉള്ളിൽ ഒതുക്കുന്ന പ്രസമോദ ബിന്ദുവ. അവിടെ MBR അവാർഡ്, ആദ്യത്തെ അവാർഡ് കിട്ടും. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും എല്ലാവരും പാടുന്ന ഒരു പാട്ടുകളാണ് ഇത്. കല്യാണത്തിനും പാടും, ശവോടത്തിനും പാടും. കാരണം ഇത് പിന്നെ മാത്രമല്ല, എല്ലാ ദിവസവും വർഷങ്ങളോളം എനിക്ക് വരുന്ന കത്തുകളിൽ പ്രധാനപ്പെട്ടത് ഇതേക്കുറിച്ചാണ്. എന്താണ് ഈ അതികോട് സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദു? ഇവിടെ പറയാൻ പറ്റും അമ്മണി ഇല്ലതേ അല്ലെന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഹിറ്റുണ്ടാകുന്നു. പിന്നെ തിരിഞ്ഞു നോക്കില്ല സുഹൃത്തുക്കൾ. പിന്നെ ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടായത് 16 ONV കുറിപ്പ് ഒരു പാട്ട് എഴുതി. ONVയും പിന്നെ ദേവരായ മാഷ് ഇഷ്ടമാണെങ്കിലും മനസ്സുകൊണ്ട് ദേവരായ മാഷ്ക്ക് ഇഷ്ടം വയലാറിനെയാണ്. പിന്നെ വേറൊരു അത്ഭുതം, ഈ വയലാറ് ONV ഒക്കെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കയറുന്ന പോലെ നമ്മുടെ തൃശ്ശൂരുകാരൻ ആ പള്ളത്തിൽ ചെന്ന് കയറി. പള്ളത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും മായാവിദ്യ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പള്ളത്തിന്റെ ഒരു പാട്ട്, കാരണം ഒരു രീതി, ഒരു രസത്തിൽ ചൂണ്ടി ചെയ്ത പാട്ടുണ്ടല്ലോ, കാറ്റ് വന്നു ഒരു പാട്ടുണ്ട് മാറിന്റെ. കാറ്റ് വന്നു കള്ളനെ പോലെ കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെ പോലെ. കാറ്റ് വന്നു എന്നൊരു പാട്ട് കമ്പോസ് ചെയ്ത് സുശീല ഹിറ്റാക്കിയ ഒരാളിന്റെ നേരെ പാവപ്പെട്ട തൃശ്ശൂരുകാരൻ GK പള്ളത്ത് കൊണ്ടുചെല്ലുകയാണ്. കാറ്റ് വന്നു. അദ്ദേഹത്തിന്റെ കാറ്റ് പോകേണ്ടതൊക്കെ മാഷ ആ പാട്ട് ഇഷ്ടപ്പെട്ടു. കാറ്റ് വന്നു നിന്റെ കാമുകൻ വന്നു. അതോടെ പള്ളത്തിനെ പുള്ളി അംഗീകരിക്കുകയാണ്. അപ്പം സ്വന്തമായിട്ട് പ്രതിഭയുള്ളതിനെ തിരിച്ചറിയുന്ന ദേവരായ മാഷ്ട പാട്ടുകൾ വന്നിട്ട് 16 രാഗങ്ങളിലുള്ള ഒരു മായാമാളവ്. നിങ്ങൾ ആ പാട്ട് പിന്നെ പ്രായമായവരാണെങ്കിലും ഇത് യൂട്യൂബിൽ കിട്ടുമെന്ന് കേട്ടു നോക്കും. മാഷുണ്ടാക്കിയ ഏറ്റവും ഗംഭീരമായ സകല ഹിന്ദുസ്ഥാനി രാഗങ്ങളും മായാമാളവുകളുടെ രാഗം തുടങ്ങിയിട്ട് വിഭാവരി വരെയുള്ള എല്ലാ രാഗങ്ങളും ചേർത്തുള്ള 10-14 രാഗങ്ങൾ. ഈ രാഗങ്ങളും ഞാനും മാഷും കൂടെ മുറുകിലിരുന്ന് മാഷ് അവിടെ കിടക്കും, കറുത്ത സോഫയിൽ ഞാനിരിക്കും, പുള്ളി ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ കർണാടക സംഗീതത്തിൻ്റെ ഒരു വലിയ തരംഗം പുള്ളി ഉണ്ടാക്കി. അതിന് കാരണം MB ശ്രീനിവാസൻ്റെ പാട്ടുണ്ടാക്കി, ഒരു 8 മിനിറ്റ് പാട്ട്. രാഗം ശ്രീരാഗം ഇങ്ങനെ പാട്ടുണ്ടാക്കി. ഈ പാട്ടുണ്ടാക്കിയപ്പോൾ ആരോ മാഷോട് പറഞ്ഞു, ഇങ്ങനെ MBSന്റെ നല്ലൊരു പാട്ടുണ്ട്, എന്താ അവരുടെ പാട്ട്? അപ്പം ഇങ്ങനെ പാടി കേൾപ്പിച്ചു. ഇത് മാഷിന്റെ മനസ്സിൽ തട്ടിയൊരു സംശയമുണ്ട്. സ്വത്തം നല്ല പടം വന്നപ്പോൾ മാഷ് എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നീ വേഗം വരണം, നമുക്കൊരു രാഗമാലിക ഉണ്ടാക്കണം. അങ്ങനെയാണ് ഇതുണ്ടാക്കി. യേശുദാസിനെ ലെഫ്റ്റായിട്ട് നിർത്തിയിട്ട് ആ പാട്ട് പാടിച്ചു. പക്ഷേ ഇത്രയും പാട്ട് അങ്ങനെ പാടാൻ പറ്റില്ല ഒരു ദിവസം, പക്ഷെ നിർത്തി പാടിച്ചു. മായാമാളവ ഗൗളരാഗം മൃദുമയ ഭൈരവ രാഗം സംഗീത കലയുടെ ആദിമ പാഠത്തിൻ സരസിജമുണരും രാഗം. ഗമപധനി സനി സാ ഇത് 8 തവണയാണ് പാടിക്കും ദാസേട്ടനെ കൊണ്ട്. അപ്പോൾ മായാമാളവ് ഇവിടെ രാഗം എന്ന് പറഞ്ഞാൽ രാഗത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇത് മൃദുവായ രാഗമാണ്, ഭൈരവ രാഗമാണ്. ഇത് ആദിമ പാഠത്തിന്റെ അത് മുഴുവൻ വഴി വരുന്നുണ്ട്. അങ്ങനെ ഓരോ രാഗങ്ങളും. എന്നിട്ട് ഇതുണ്ടല്ലോ നമ്മൾ കേട്ടിട്ടുള്ള ഫെമിലിയർ രാഗങ്ങൾ കൂടെ അദ്ദേഹം മനോഹരമാണ്. നെറുകയിൽ വർണ്ണമയിൽ പീലി നെറ്റിയിൽ ചന്ദന പൂങ്കുറി തുറന്നുമ കണ്ണണി താരാട്ട. ഏതാ രാഗം? ഏതാ രാഗം? ഹർഷബാഷ്പം സൂടി
നീലാംബരി, അങ്ങനെ ഓരോ രാഗങ്ങൾക്കും ഇത് കൊടുത്ത് എന്നെ കൊണ്ട് ഇഞ്ചോടി എഴുതിക്കുന്നവർ എഴുതിച്ച് അവസാനം എന്ത് പറ്റി? മലയാളത്തിലെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ദേവരായ മാഷിന് മലയാളമല്ല ചലച്ചിത്ര ഗാന നികത്തിക്കുള്ള അദ്ദേഹത്തിൻ്റെ 16 രാഗങ്ങളിലുള്ള ഈ കോൺട്രിബ്യൂഷൻ കണക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനിൽ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഇത്. ഇപ്പോൾ ഈ നമ്മളിവിടെ വന്നപ്പോൾ ടി.ജി. രവിയുടെ കഥ കേട്ടപ്പോൾ അതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ വേദനിച്ചില്ലെങ്കിലും ഞാൻ വേദനിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഒരു ഭർത്താവും ഒരു ഭാര്യയെ ഇത്രയും ഹൃദയത്തോട് ചേർത്ത് ഇഷ്ടപ്പെട്ട് കാണുന്നു. പക്ഷേ ഈ മനുഷ്യൻ നടനാണ്, ഞാനത് മനസ്സിലാക്കി, ശരിക്കും അഭിനയിച്ചു. നിങ്ങളോട് ഇത് പറയുമ്പോൾ ആ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വന്നില്ല. എവിടെയൊക്കെയോ പുള്ളി അത് അടക്കി വെച്ചിട്ട് അഭിനയിക്കുകയായിരുന്നു, അല്ലെന്ന് പറയാം. സത്യം, വാസ്തവത്തിൽ കേട്ടാൽ നമ്മൾ ഞെട്ടും. ആ കാലി പൊട്ടിയതും ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമയിൽ കാണുന്ന മനുഷ്യൻ ഇത് രണ്ടാമത് നിങ്ങളോട് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഹീസ് എ ബോൺ ആക്ടർ. പക്ഷേ ഇത് ഉള്ളിൻ്റെ ഉള്ളിലെ കനലിപ്പോൾ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം. ഇപ്പൊ സാഹിതിയിൽ നിന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനൊരു സായാഹ്നം, ഇത് താരമൊന്നുമല്ല, ഇത് അവതാരങ്ങളാണ്, ഒരിക്കലും താരമല്ല രവിയൊന്നും. ഇനി രവി പറഞ്ഞു രവിക്ക് 90 വയസ്സ് വരെ. ഞാൻ രവിയുടെ ഇടയ്ക്ക് പറയും എൻ്റെ അബദ്ധം കൊണ്ടാണ്, രവിയേട്ടൻ എന്നാണ് വിളിക്കേണ്ടത്. പക്ഷേ ഞാൻ രവിയേട്ടാന്ന് വിളിച്ചാൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അവൻ അങ്ങനെ ചെറുപ്പമാകാൻ ശ്രമിക്കുന്നെന്ന് തോന്നല്. രണ്ടും ഡൈ ആണല്ലോ, അവൻ ഡൈ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പോട്ടെ. ഈ രവിയുടെ കാര്യത്തിൽ ഞാൻ മനസ്സില്ല. ഞാനൊരിക്കലും ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലാകാൻ വെച്ചു, ഈ ടി.ജി. രവിക്ക് പറ്റിയ ഏറ്റവും നല്ല റോൾ ഏതാണ് അദ്ദേഹത്തിന്? ഞാൻ മമ്മൂട്ടിയോട് ചോദിച്ചു. മമ്മൂട്ടിയോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് വാരിക്കുന്നതിൻ്റെ റോള് എനിക്ക് വല്ലാതെ, അത് പുള്ളി റെഫർ ചെയ്തുണ്ട്. ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല. നിങ്ങൾ ആ പടം കണ്ടിട്ടുണ്ടോ? ഐ.വി. ശശിയുടെ പടത്തിലേക്ക് വാരിക്കുന്നതാണ്, നമ്മുടെ ധീരദേശാഭിമാനിയായിട്ടുള്ള വാരിക്കുന്നത്. ആ റോളിൽ സുകുമാരൻ്റെ ഒരു മകൻ അഭിനയിക്കാൻ പോകുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. 2 മക്കളുണ്ട് സുകുമാരൻ. ഒരാളുടെ പേരുണ്ടോ? എനിക്ക് പേരറിയാമായിരുന്നു, ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം പുള്ളി വാരിക്കൊന്നുണ്ട് ഒരു സാധനം എടുക്കാൻ വന്നപ്പോൾ ടി.ജി. രവിയുടെ റോളാണത്. പുള്ളി രാമോഹൻ മാഷ സ്ക്രിപ്റ്റാണ്, മനോഹരമായി ഉണ്ടാക്കിയൊരു സാധനമാണ്. അത് പുള്ളി പ്രസന്റ് ചെയ്യാൻ പോകുന്നതിന് ഞാൻ കേട്ടു. അപ്പം ഞാൻ ആലോചിച്ചു, അത്രയും ഇത് വരുമോ ഒരു റോളെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അത്രമാത്രം ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു റോളാണ്. പക്ഷെ അത് ഈ വാരിക്കൊന്നിലേക്ക് എത്താൻ ഇത്രയും സാഹസമാണ് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നറിയാം, ഈ ഓരോ നടനും ഓരോ പഞ്ചം. ഇപ്പോൾ പി.ജെ. ആന്റണിയുടെ ആരാധകനായിരുന്നു പുള്ളി. ഞാനും പി.ജെ. ആന്റണിയുടെ ഏറ്റവും അടുത്ത ആരാധകനായിരുന്നു. പി.ജെ. ആന്റണി അഭിനയിച്ചതും ടി.ജി. രവി അഭിനയിച്ചതും ഒക്കെ സമാന സമയങ്ങളിലുള്ള നല്ല സിനിമകളിലാണ്. പി.ജെ. ആന്റണി വിപ്ലവകാരിയായിരുന്നു. പി.ജെ. ആന്റണിക്ക് അസാമാന്യമായ പാട്ടുപാടാനുള്ള കഴിവുണ്ടായിരുന്നു. അതായിരുന്നു പി.ജെ. ആന്റണി. അതുപോലെ കൊട്ടാരക്കര ശ്രീധരൻ നായർ, പാർവതി എന്നുള്ള സിനിമയിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരും നമ്മുടെ ജോൺസണും ഭരതനും ഞങ്ങളെല്ലാം ഒന്നിച്ചാണെങ്കിൽ ആ പടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ നല്ല വിഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് പരസ്പര പൂരിതമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. പിന്നെ നിങ്ങളുടെ സാഹിത്യയുടെ ആൾക്കാരായിട്ട് പറയുകയാണ്, സിനിമ എന്ന് പറഞ്ഞാൽ അത് വളരെ മമ്മൂട്ടിയെ കൂട്ടിയിട്ട് വരും. സിനിമയ്ക്ക് നമ്മളെ വേണ്ട, സിനിമയ്ക്ക് നമ്മളെ വേണ്ട, നമുക്കാണ് സിനിമയെ വേണ്ട. ഇതാണ് സത്യം. സിനിമ ആർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല, പക്ഷെ നമുക്ക് സിനിമ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ടി.ജി. രവി സാർ, 90 വയസ്സിന് മുമ്പ് ഞാനൊരു കഥാപാത്രത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എടുത്തിട്ട് പോയാൽ മതി. ആ കഥ പറഞ്ഞാൽ നിങ്ങളത് ആരെങ്കിലും മോഷ്ടിച്ചിട്ട് നാളെ നമുക്ക് ആ സിനിമ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എങ്കിലും ഒരൊറ്റ സംഭവം പറയാം, അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ആ റോള് ടി.ജി. രവിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. എന്താണെന്നറിയോ, ഭയങ്കരമായ ഇവിടെ സിനിമാക്കാരില്ലല്ലോ, ഉണ്ടോ? ഇപ്പൊ തുടരുന്നുള്ള പടമൊക്കെ മോട്ടിച്ചു എന്ന് പറഞ്ഞ ആ ചർച്ച തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. അതുപോലെ
സംഭവം ഇതാണ്. നിങ്ങളത് കേട്ടാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഈ കഥാപാത്രത്തെ മനസ്സിലാലോചിച്ചാൽ മതി. ഒറ്റ സീൻ മാത്രം പറയും. സിനിമ തുടങ്ങുന്നു, ഭയങ്കരമായ ക്രൗഡ്. പൂരപ്പറമ്പിൽ ഭയങ്കര ക്രൗഡാണ്. ഈ ക്രൗഡ് അപ്പം ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അവിടെ മുഴുവൻ ആൾ ബഹളമാണ്. അവിടെ ഒരാലിൻ്റെ സങ്കല്പം, അവിടെ ഇപ്പോൾ ആലില്ല, ഒരാലിൻ്റെ മുകളിൽ ഒരു ആള് തൂങ്ങി നിൽക്കും. തൂങ്ങി നിൽക്കാന്ന് വെച്ചാൽ തൂങ്ങി മരിച്ചു കിടക്കുക. അത് മനുഷ്യനല്ല, അതൊരു പുലിയാണ്. ഒരു പുലി എന്ന് വെച്ചാൽ പുലികളിലെ ഒരു കഥാപാത്രം, ഒരു പുലിസംഘത്തിൻ്റെ നേതാവായിട്ടുള്ള ഇതേ പ്രായമുള്ള ഒരാൾ. ആ പുലിയുടെ വേഷമില്ല, ആ വേഷം എന്നാണ് തുടർന്നു തൂങ്ങി നിൽക്കുക. തലേന്ന് പുലികളി കാണാൻ വന്നവരൊക്കെ പിറ്റേന്ന് രാവിലെ മെയിൻ പുലി മരിച്ചു എന്ന് പറഞ്ഞ് ഗ്രൗണ്ടിൽ കൂടിയിരിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പേര് പുലി മുകുന്ദൻ. പുലി മുരുകനാണ് മോഹൻലാൽ അഭിനയിച്ചത്. പക്ഷെ പുലി മുകുന്ദൻ അഭിനയിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള PG രവിലാലാണ്. ഇത്രയും കഥ പറഞ്ഞാൽ നമുക്ക് മോഷ്ടിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എങ്ങനെ ഈ പുലി എവിടെ മരിച്ചു ഇതാണ് നമ്മൾ കഥ. അപ്പൊ അത് പൂർത്തിയാക്കാതെ ഈ മനുഷ്യനെ നമ്മൾ വിടില്ല. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സാഹിത്യം ചെയ്തു തരുമെന്ന് ഞാൻ ശ്രദ്ധിക്കണം. പടം പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. ഇദ്ദേഹത്തെ മരിക്കാതിരിക്കാനും പ്രേരിപ്പിക്കുക. കാരണം കഥ കേട്ടപ്പോൾ തന്നെ മരിച്ചാലോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത്രയും ബോറായ ഒരു കഥ ഞാൻ അഭിനയിക്കണോ എന്ന് പുള്ളി ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതിമനോഹരമായ രീതിയിൽ നമ്മാലെ പോലെയൊക്കെയുള്ള നല്ല സംഭവം ഉണ്ടാക്കാം. സ്ക്രിപ്റ്റൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ അതേ ഹോട്ടലിൽ വെച്ച് അതുകൊണ്ട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ പുള്ളി ഒരുപാട് സിനിമ കണ്ടതുകൊണ്ട് പുള്ളി ഇങ്ങനെ തലയാട്ടി എന്നുള്ളതല്ലാതെ ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കഥ. എൻ്റെ കഥ വളരെ ബ്രീഫായിട്ട് പറയാൻ കാരണം ഇനി ഇവിടെ പാട്ട് പാടാനുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇല്ലേ? അപ്പോൾ അവർക്ക് പാട്ട് പാടണം. എൻ്റെ പാട്ട് വളരെ ബോറായി, ആരും നന്നായെന്ന് പറഞ്ഞില്ല. ഒരൊറ്റയാൾ പോലും കൈയടിച്ചു. ഹലോ, ഒരൊറ്റയാൾ പോലും കൈയടിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാനിതാ ഉണ്ണികൃഷ്ണന് വേണ്ടി വഴിമാറുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സെന്റിമെന്റൽ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിഷമിക്കരുത്. അഥവാ വിഷമിച്ചാലും വിഷമിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ